ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് നമ്മുടെ വെബ് കാർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ ബിസിനസ് ലിങ്കിൽ കയറി ലോഗിൻ ചെയ്തതിന് ശേഷം അത് നമ്മുടെ പ്രോസസ്സ് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫോൺ നമ്പർ അല്ലെ പാസ്വേഡ് അല്ലെ എന്താണ് നിങ്ങൾ കൊടുത്ത ID അത് പ്രകാരം നമ്മളതിൻ്റെ അകത്തേക്ക് എൻ്റർ ആവുന്നു. എൻ്റർ ആയതിന് ശേഷം നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡ് കാണിക്കും. ആ ഡാഷ്ബോർഡിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യുന്ന ഭാഗം കാണാം. അവിടെ ഒരു പെന്നിൻ്റെ ചിത്രം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. താഴെ മൂന്നാമത്തത് അവിടെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, പേര്, അഡ്രസ്സ്, കാര്യങ്ങൾ, മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ, നമ്മുടെ FB അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലിങ്ക് ഉണ്ടെങ്കിൽ അത്, ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ടെങ്കിൽ അത് ഇവിടെ കോപ്പി ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ് എളുപ്പം, സിമ്പിളാണ്. എല്ലാം നിങ്ങളവിടെ പൂരിപ്പിക്കുക കംപ്ലീറ്റ് ആയിട്ട്. നമ്മുടെ അഡ്രസ്സ് എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് ഫുൾഫില്ല് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് നമ്മുടെ ലിങ്ക് കോപ്പി, ലൊക്കേഷൻ നമ്മുടെ സ്വന്തം ബിസിനസ്സിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും, അതിൻ്റെ ലിങ്ക് എവിടെയാണോ സൈറ്റിൽ പോയി നമ്മളത് എടുത്ത് കോപ്പി ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ലോഗോ നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുത്ത് അവിടെ പോസ്റ്റ് ചെയ്യുക, ചൂസ് ദ ഫയൽ എന്നുള്ള ഭാഗത്ത് കൂടി. അങ്ങനെ അതും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ മറക്കരുത്. ഓരോ കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്താൽ മാത്രമേ അവിടെ അത് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. വേറെ ഒരാൾക്ക് അയക്കുമ്പോൾ അല്ലെ ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ സേവ് ആയെന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ നെറ്റ്വർക്ക് ക്ലിയർ ആയിരിക്കണം. നെറ്റ്വർക്ക് ക്ലിയർ ആയാൽ നമുക്ക് അത് സേവ് ആവും ഓട്ടോമാറ്റിക്. നമുക്ക് തന്നെ അവിടെ കാണാൻ പറ്റും നമ്മളെ ഫുൾ ഡീറ്റെയിൽസ്. അടുത്തത് നമുക്ക് നോക്കാം പ്രൊഡക്റ്റാണ് അല്ലേ. പ്രൊഡക്റ്റിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷനാണ്. നമ്മൾ ഇന്ന് ഒരു റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ കാര്യമാണ് ഇപ്പോൾ ലോഗോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആകുമ്പോൾ നമ്മൾ സ്ഥല സംബന്ധമായിട്ടുള്ള വിശദമായ വിവരം, ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലം കൊടുക്കാനുണ്ട് എന്നുള്ള വിശദമായിട്ടുള്ള വിവരം ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള ഭാഷയിൽ, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ അവിടെ ടൈപ്പ് ചെയ്തോ, അല്ലെങ്കിൽ വേറെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ച കോപ്പികൾ PDF ഏതായാലും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. അതിന് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടാനുസരണം എങ്ങനെ വേണം അതെന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. ഏത് സ്റ്റൈലിൽ വേണം, എത്ര വലുപ്പത്തിൽ വേണം, അതൊക്കെ നമുക്കിവിടെ ചൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഓരോന്നും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ സേവ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ കുറച്ച് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ടൈപ്പ് ചെയ്യുകയോ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. എല്ലാം സാധാരണ നമ്മൾ വാട്സപ്പിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇതിലും കാര്യങ്ങൾ ക്ലിയറായിട്ട് നമ്മളെ ഇഷ്ടാനുസരണം ചെയ്യാം. നോക്കൂ, ഞാനിതിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കൊടുത്തു, അത് സേവ് ചെയ്തു. ഇത് കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സ്ലോ ആയിരിക്കും. പക്ഷേ ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈമാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ലൈവായിട്ട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിന് നമുക്ക് അവിടെ പുതിയ അപ്ഡേഷൻ അവിടെ ടൈപ്പ് ചെയ്ത് മാറ്റി കൊടുക്കാം. അതെല്ലാം പിന്നെ വേറെ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യാതെ തന്നെ നമ്മളിവിടെ മാറ്റം വരുത്തുമ്പോൾ അത് തന്നെയാണ് നമ്മുടെ കസ്റ്റമർ കാണുക. അതെല്ലാം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ സേവ് ആപ്പിലൂടെ നമുക്ക് നമ്മുടെ റിയൽ എസ്റ്റേറ്റിനെ വളർത്താനോ കഴിയും. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എന്താണ് നോക്കാം. യൂട്യൂബ് വീഡിയോസാണ്. കുറച്ച് വീഡിയോസ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അതിനുവേണ്ടി യൂട്യൂബ് എന്ന ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ പ്രൊഡക്റ്റിൻ്റെ ഭാഗവും അവിടെ നമുക്ക് പ്രൊഡക്റ്റ് എക്സ്പ്ലനേഷൻ്റെ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് ഫില്ല് ചെയ്താൽ മാത്രമേ ഇത് സെറ്റാവും. അപ്പോൾ വീഡിയോസ് നമ്മൾ ലിങ്ക്, നമ്മുടെ യൂട്യൂബ് ലിങ്കോ അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ച വീഡിയോസിൻ്റെ ലിങ്കോ ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. സിമ്പിളാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു 4 വീഡിയോ നമുക്കിതിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാം. എല്ലാം ഫില്ല് ചെയ്താൽ മാത്രമേ അത് സേവ് ചെയ്യാൻ പറ്റൂ.
അത് ഉറപ്പായിട്ടും ഫസ്റ്റ് ഭാഗങ്ങൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ യൂട്യൂബിൽ ലിങ്ക് നമ്മുടെ സേവ് ആപ്പിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ കുറച്ച് വീഡിയോ ഞാൻ സാമ്പിളിന് വേണ്ടി ഇവിടെ പോസ്റ്റ് ചെയ്ത് ഷെയർ ചെയ്യുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ പോലെയാണ് ഞാനിത്. ഇതിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കണ്ട. കാരണം ഞാൻ ചെയ്യുന്നത് ഫുൾ ടൈപ്പിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിന് നമ്മൾക്ക് ചിലവുകൾക്ക് നിയന്ത്രണവും ഒരു സേവിംഗ് മനോഭാവവും ഉണ്ടായിരിക്കണം. ഒരു പ്രാവശ്യം അതുപോലെ തന്നെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം നിങ്ങൾക്ക് പരിധിയില്ലാത്ത സ്ഥിര വരും ആര് കാണുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും.